ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഏകദേശം 9100-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ഈ അവസരം വിട്ടുകളയേണ്ട. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എനിവേ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അപ്പോൾ മുൻപ് ഇന്ത്യൻ റെയിൽവേ ഒരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് 9000-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 02/2024 കാറ്റഗറി നമ്പറിലായിരുന്നു ഈ വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB ആയിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെയിൽവേയിൽ റിക്രൂട്ട്മെന്റ് ഓഫ് ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആയിരുന്നു മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. 9/3/2024 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 8/4/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ തസ്തികയുണ്ട്. ലെവൽ 5 ആണ് ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. തുടക്ക ശമ്പളം തന്നെ ഏകദേശം 29,200 രൂപ വരെയൊക്കെ ലഭിക്കും. അതിൻ്റെ പുറമെ മറ്റുള്ള അലവൻസും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ സിഗ്നൽ ഗ്രേഡ് 1-ന് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് 18 to 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതുമാണ്. പിന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3 ലെവൽ 2 ആണ് പേ സ്കെയിൽ. 19,900 വരെ മുതൽ തുടങ്ങുന്ന സാലറിയാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ 18 to 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ആകെ മൊത്തം ഇതിന് രണ്ടിനും കൂടി വന്നിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് 9144 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഏജിൽ നിന്ന് നമ്മൾ ഏജ് പറഞ്ഞു, ആ ഒരു ഏജിൽ നിന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 1-നാണെങ്കിലും 3-ക്കാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5 വർഷത്തെ ഇളവ് SC/STക്കും 3 വർഷത്തെ ഇളവ് OBC ഉദ്യോഗാർത്ഥികൾക്കും 2 തസ്തികകൾക്കും നൽകുന്നുണ്ട്. ഇത് ടെക്നീഷ്യൻ ഗ്രേഡ് 3-ൻ്റെ കാര്യമാണ്. ഇത് ടെക്നീഷ്യൻ ഗ്രേഡ് 1-ൻ്റെ കാര്യമാണ്. സിഗ്നലിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും 2 തസ്തികകൾക്കും 5 വർഷത്തെ ഇളവ് SC/STക്കും 3 വർഷത്തെ ഇളവ് OBC ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപേക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപ എല്ലാവരും തന്നെ അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കണം. അത് നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് 400 രൂപ റീഫണ്ടായിട്ട് ബാങ്കിലേക്ക് കയറുന്നതായിരിക്കും. പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ ഈ 500 രൂപയും നഷ്ടപ്പെടുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന SC/ST അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ, വനിതകൾ ഇവർക്കെല്ലാം 250 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ തുക മുഴുവൻ അവരുടെ ബാങ്കിലേക്ക് തിരിച്ചു കയറുന്നതുമായിരിക്കും. ബാക്കിയുള്ള ജനറൽ OBC EWS വിഭാഗം ഇതിലൊക്കെ വരുന്ന പുരുഷന്മാർക്കാണ് ഈ ഒരു അപേക്ഷാ ഫീസ് ചോദിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു അപേക്ഷാ ഫീസ് അവരാണ് അടയ്ക്കേണ്ടത്. അതിൽ നിന്ന് 400 രൂപ പിടിച്ച് ബാക്കി 100 രൂപ പിടിച്ച് ബാക്കി 400 രൂപ ബാങ്കിലേക്ക് അവർക്ക് റീസെൻഡ് ചെയ്യുന്നതായിരിക്കും പരീക്ഷ എഴുതിയാൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നമുക്ക് ഈ തസ്തികയുടെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നോക്കാം. ഇതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ ഇതിൻ്റെ സിലബസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായ വിവരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ കണ്ടാൽ മതിയാകും. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കാം. ഇത്ര നേരം ഏജ് ലിമിറ്റും ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്കുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അതുമല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. BSc ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുമില്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത മതി ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് അപേക്ഷിക്കാൻ. പിന്നെ ഉള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഗ്രേഡ് 3 ആണ്. ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളും ഗ്രേഡ് 3 ആണ്. അപ്പോൾ അതിന് അപേക്ഷിക്കാനായിട്ട് എല്ലാത്തിനും ചോദിക്കുന്നത്
10ാം ക്ലാസ്സും അതുപോലെ തന്നെ ITI സർട്ടിഫിക്കറ്റുമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 10ാം ക്ലാസ് അതുപോലെ തന്നെ ITI സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഹീറ്റ് ട്രീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഫൗണ്ടറി മാൻ ഉണ്ട്, അതുപോലെ തന്നെ പാറ്റേൺ മേക്കർ ഉണ്ട്. അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുള്ള ITI സർട്ടിഫിക്കറ്റ് ഇതിൽ എവിടെയെങ്കിലും പ്ലംബർ ഉണ്ട്, വെൽഡർ ഉണ്ട്, കാർപ്പൻ്റർ ഉണ്ട്, അതുപോലെ ഫിറ്റർ ഉണ്ട്. 10ാം ക്ലാസ്സും അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ITI സർട്ടിഫിക്കറ്റും പൈപ്പ് ഫിറ്റർ ഉണ്ട്. അപ്പോൾ ഓരോന്ന് ഇവിടെ പറയുന്നത് ജസ്റ്റ് ഓരോ കോളവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. വളരെ സാവധാനമാണ് സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ITI സർട്ടിഫിക്കറ്റ് ഇതിൽ നിങ്ങൾക്ക് കണ്ണിൽ പെടുകയാണെങ്കിൽ, ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതി. ഇവിടെ കാണാൻ സാധിക്കും 10ാം ക്ലാസ് SSLC, 10ാം ക്ലാസ്സോ SSLC രണ്ടും ഒന്ന് തന്നെയാണ്. 10th വേണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്ലസ് ITI സർട്ടിഫിക്കറ്റ്, ഇവിടെ പറഞ്ഞത് ഇലക്ട്രീഷ്യൻ, വയർമാൻ, മെക്കാനിക്ക്, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഇവിടെ ഇങ്ങനെ ഒരു സ്ലൈഡ് ഇട്ട് കൊടുത്ത് കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക്സ്, മെക്കാനിക്ക്, അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഓരോന്നായിട്ട് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് സ്ട്രീം വന്നിട്ടുണ്ട്. ITIൻ്റെ ഒരുപാട് സ്ട്രീമുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. എല്ലാം പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ പഠിച്ച സ്ട്രീം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നതായിരിക്കും. ഏറ്റവും ലാസ്റ്റ്ലി ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഫൈനലി ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ട്രേഡ്, വെൽഡർ, അതുപോലെ തന്നെ വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഗ്യാസ് കട്ടർ, വെൽഡർ, ഇങ്ങനെ ഒരുപാട് തസ്തിക. ഇത് വന്നിട്ടുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 വെൽഡർ പോസ്റ്റിലേക്കാണ്. അപ്പോൾ വെൽഡറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ITI സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ടർണർ വന്നിട്ടുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ടർണർ വന്നിട്ടുണ്ട്. അപ്പോൾ ടർണറുമായിട്ട് ബന്ധപ്പെട്ട ടർണർ, ഓപ്പറേറ്റർ, അഡ്വാൻസ്, മിഷൻ ടൂൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുമായിട്ട് ആ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വലൻറ്റും അതുപോലെ തന്നെ വിവിധ തസ്തികകളായിരിക്കും ഇതിൻ്റെ നിയറിൽ ഇവിടെ കാണിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ITIയും അതുപോലെ തന്നെ 10ാം ക്ലാസ്സും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ, അതുമല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗിലൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ RPFൻ്റെ റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഉടനെ വരുന്നുണ്ട്. അത് കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലാണെന്ന് കൂടി ഉറപ്പുവരുത്തുക.